നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം 1930 കാലഘട്ടത്തിലാണ് ഈ ഫിഫ വേൾഡ് കപ്പ് ആദ്യമായി തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം എല്ലാ 4 വർഷം കൂടുമ്പോഴും ഈ ഫിഫ വേൾഡ് കപ്പ് ഓരോ രാജ്യങ്ങളായി നടത്തി വരികയാണ്. അപ്പോൾ ഇത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു വേൾഡ് കപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വേൾഡ് കപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും. 1930 ആദ്യമായി ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുകയുണ്ടായത്. യുറുഗ്വേയിലാണ് ഇത് ആദ്യമായി നടന്നത്. അതേ വർഷം യുറുഗ്വേ തന്നെയാണ് വേൾഡ് കപ്പ് നേടുകയും ചെയ്തത്. അപ്പോൾ ഇത് ഇത്രയും ജനപ്രീതി നേടാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഇതൊരു ക്ലബ്ബല്ലല്ലോ, ക്ലബ്ബായിട്ട് നടത്തുന്നല്ലോ. ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യമോ അങ്ങനെ അടിസ്ഥാനമോ ഒന്നുമില്ലായിരിക്കും. പക്ഷേ ഇത് ഓരോ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ലപോലെ കളിക്കുന്ന പ്ലേയേഴ്സ് വെച്ചുണ്ടാക്കുന്ന ഒരു ടീം എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും കുറേ രാജ്യങ്ങൾ കൂടി കളിക്കുന്നൊരു കളി ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും ആരാധകരുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഓരോ രാജ്യത്തെയും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പേരൊക്കെയാണ് ഇതിനെ വളരെയേറെ ആരാധിച്ചുകൊണ്ട് നടക്കുന്നത്. നമുക്കിതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, 1930 ഈ വേൾഡ് കപ്പ് ആദ്യമായി നടത്തിയതെന്നും യുറുഗ്വേയിലാണ് നടത്തിയതെന്നും എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് ഈ വേൾഡ് കപ്പിൻ്റെ രാജാക്കന്മാർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ബ്രസീലാണെന്ന്. കാരണം 5 തവണയാണ് ഇവർ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1958, 62, 70, 94, 2002 എന്നീ കാലഘട്ടത്തിലാണ് നമ്മുടെ ബ്രസീൽ വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടിയ രാജ്യം എന്നതുകൊണ്ടാണ് ഈ വേൾഡ് കപ്പിൻ്റെ രാജാക്കന്മാർ എന്നതുകൊണ്ട് ബ്രസീലിനെ അർത്ഥമാക്കുന്നത്. പിന്നീട് നമുക്ക് വേറെ കുറച്ച് ടീമിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ജർമ്മനി, ഇറ്റലി ഇവ 2 ടീമും 4 വേൾഡ് കപ്പ് വീതം നേടിയിട്ടുണ്ട്. പിന്നെ അർജന്റീന 3 വേൾഡ് കപ്പ്, പിന്നെ ഫ്രാൻസ് 2 വേൾഡ് കപ്പ് എന്നിങ്ങനെ ധാരാളം ടീമുകൾ ഓരോ വേൾഡ് കപ്പും ഒക്കെ വെച്ച് നേടിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ പറയാൻ പോകുന്നത്, നമുക്കറിയാം ഈ വേൾഡ് കപ്പിലെ മിന്നുന്ന താരങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണല്ലോ. എന്ന് വെച്ചാൽ മറഡോണ, പെലെ, സിദാൻ, പിന്നെ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നിങ്ങനെ എണ്ണിയ തീരാത്തത്ര പ്ലെയേഴ്സ് നമുക്ക് ഈ വേൾഡ് കപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാവർക്കും ഈ പ്ലെയേഴ്സിനെയും അവർ അറിയായിരിക്കും. എന്ന് വെച്ചാൽ അവരവരുടെ ജീവിതം തന്നെ ഈ ഫുട്ബോളിന് വേണ്ടി വിട്ടുകൊടുത്തേക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് ഞാൻ പറയുകയാണെങ്കിൽ 2026 വേൾഡ് കപ്പ് എങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യം എന്ന് പറയുന്നത് ജസ്റ്റ് 13 ടീം വെച്ചായിരുന്നു. പിന്നീട് അത് 16, 24, 38 വരെയായി. ഈ 2026 അത് 42 ടീമായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ എല്ലാ രാജ്യത്തിനും ഇവിടെ കളിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഓരോ റീജിയനിൽ നിന്നും സെലക്ട് ചെയ്ത കുറച്ച് ടീമിന് മാത്രമേ ഈ വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ വിഷമകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ ഒരു വേൾഡ് കപ്പിന് പോലും സെലക്ട് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമുക്കറിയാം, ആകെ ഇന്ത്യ ഒരു വേൾഡ് കപ്പിൽ സെലക്ട് ആയിട്ടുള്ളൂ. അത് 1950 പക്ഷേ ആ വേൾഡ് കപ്പ് ചില കാരണങ്ങളാൽ ഇന്ത്യക്ക് കളിക്കാനും സാധിച്ചില്ല. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമകരമായ കാര്യം എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ലായിരുന്നു. ബൂട്ട് മേടിക്കാനോ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഈ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഈ ബെയർഫുട്ട് കളിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബൂട്ട് മേടിക്കാനോ അവിടെ വരെ പ്ലെയിൻ പിടിച്ച് പോകാനോ അങ്ങനെയൊന്നും നമുക്ക് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അത്രയും നല്ലതല്ലായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിൽ, അതായത് 1950 കാലഘട്ടത്തിൽ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അത്രയും വലിയ കാര്യമൊന്നുമല്ലായിരുന്നു. അതിപ്പോഴാണ് ഇത്രയും എല്ലാവരുടെ ജനപ്രീതി നേടിയതും ഇത്രയും വലിയ കാര്യമൊക്കെ ആയിത്തീരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിന് എത്രത്തോളം ആരാധകരാണ്. അതായത് നമ്മൾ വഴിയോരങ്ങളുടെയും ഈ ഓരോ ഗ്രാമങ്ങളുടെയും
ഓരോ സിറ്റി കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എത്ര വലിയ ഫ്ലെക്സുകളും എത്ര വലിയ ബോർഡുകളും ഒക്കെയാണ് ഈ ആരാധകർ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നമ്മുടെ ആരാധകരെ തന്നെയല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ, അതായത് 2022 നമ്മുടെ ഫ്ലെക്സ് കണ്ടിട്ട് ബ്രസീൽ ടീം ഒന്നടങ്കം നമ്മളോട് താങ്ക്സ് പറയുകയുണ്ടായി. അതൊക്കെ ചരിത്ര നിമിഷം തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ലോകകപ്പ് കൊണ്ട് നമുക്ക് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒത്തൊരുമ. അതുപോലുള്ള ഈ ഫുട്ബോൾ കളിയിൽ എന്ന് വെച്ചാൽ പല ഭാഷ സംസാരിക്കുന്നവർ ഒത്തൊരുമയോട് കൂടി സംസാരിക്കുന്നു. അതുപോലെ തന്നെ പല മീൻസ് അങ്ങനെ പല സ്വഭാവക്കാരും പലതരത്തിലുള്ള ആൾക്കാരൊക്കെ ഒന്നിച്ച് കൂടുന്ന ഒരു സംഭവമാണ് ഈ ഫുട്ബോൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് അത്രത്തോളം ആരാധകരും അത്രത്തോളം പേരും കാണാനും പോകുന്നത്. പിന്നെ ഈ വേൾഡ് കപ്പിൻ്റെ സാമ്പത്തികം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ടൂറിസം പോലെ തന്നെയാണ്. അതായത് പല രാജ്യങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് പേരാണ് ഇത് കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ 2026 3 രാജ്യങ്ങളിലായിട്ടാണ് നടത്തുന്നത് എന്നൊരു സവിശേഷത കൂടി ഈ വേൾഡ് കപ്പിനുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കപ്പ് 3 രാജ്യത്ത് ഒരേപോലെ നടത്തുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് കൊണ്ട് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് കൊണ്ട് നമുക്ക് അറിയാൻ സാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.